ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇത് നമ്മുടെ ഹിതീഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഡേറ്റൊക്കെ കഴിഞ്ഞ് ഇന്നാണ് നാളെ. നമ്മളിവിടെ നാളാണ് ആഘോഷിക്കാറ്. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:45. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് പോവാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ ഇപ്രാവശ്യം പിള്ളേരാരുമില്ല. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. കീത്തു നെഗിലില്ല. കീത്തുവിന് വരാൻ പറ്റാത്തതുകൊണ്ട് കീത്തു നെഗിലുമില്ല. ഏറ്റവും വലിയ സംഭവം ഏട്ടൻ്റെ പിറന്നാൾ ഇന്നാണെങ്കിൽ കീത്തുവിൻ്റെ പിറന്നാൾ നാളെയാണ് ഗൈസ്. സോ നമ്മളതേ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോവാണ്. കുട്ടികളാരും ഇല്ലാതെ എനിക്ക് എൻ്റെ ഓർമ്മയിലും കൂടി ഇല്ല ഞാൻ ഏട്ടന് മാത്രമായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയത്. അപ്പം അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. പിന്നെ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷം. ഏട്ടൻ്റെ പിറന്നാളുകൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്കെന്തോ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതിനാണോ ഈ ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഏറ്റവും വലിയൊരു കാര്യം, ഏട്ടൻ്റെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കാര്യം, ഗിഫ്റ്റ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ ഏട്ടൻ്റെ കുറച്ച് ടീച്ചർമാരുണ്ട്. അതായത് ഇവിടുത്തെ സ്കൂളിൽ ഏട്ടൻ കണക്റ്റഡ് ആണ്. അപ്പം ഏട്ടൻ്റെ കുറേ ക്ലോസ്ഡ് ആയിട്ടുള്ള ഹൈസ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ വക ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഏട്ടന് കിട്ടി. സോ ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഏട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന വ്യക്തി. കേക്ക് കട്ടിങ് ഒക്കെ നമുക്ക് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഹൗ ഈസ് മൈ ഡ്രസ്? നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് ഷോർട്സ് ഇടുമ്പോൾ ഇതിലും ടാഗ് ചെയ്ത് കൊടുക്കുക. ഷോർട്സിൽ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാൻ. നിങ്ങളെല്ലാവരും നമ്മുടെ ചേട്ടായിക്ക് വിഷു പറയാൻ മറക്കരുത്. എൻ്റെ ലിപ്പിൻ്റെ സൈഡിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി കുഴപ്പം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ എന്തൊരു ബോറല്ലേ ഈ സാധനം. അന്ന് മൂന്നാർ പോയിട്ട് വരുന്ന വഴിക്ക് തണുപ്പ് അധികം ആകുമ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ മേലിലൊരു മുരിച്ചിൽ പോലെ വരത്തില്ലേ, അങ്ങനെ വന്നൊരു സാധനമാണിത്. അതാകെ കറുത്ത് പോയി. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ചും കൂടി ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഗൈസ് റെഡി ആയിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ റെഡിയായി. ഒരു സമയം ഇപ്പോൾ 10:26, 10:30 ആവുകയാണ്. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കളാരും ഇല്ലല്ലോ, ഞങ്ങൾ മക്കളെ വിട്ടിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ 45ാമത്തെ പിറന്നാളായിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഏട്ടനെ വിഷ് ചെയ്യണം അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും വിഷ് ചെയ്യണം. അപ്പോൾ ഏട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. 45 ആയിട്ടില്ല ഏട്ടാ ഗൈസ്. 40 ആയിട്ടില്ല ഏട്ടാ ഗൈസ്. പക്ഷെ ഇപ്പൊ ഒരു ലുക്ക് ഉണ്ട് അല്ലേ, 45ന്റെ ഒരു ലുക്ക് ഉണ്ട്. ഈ താടി മുടിയൊക്കെ ഒന്ന് എടുത്താൽ 10 വയസ്സ് പറയും. ജന്മമാസത്തിൽ മുടി വെട്ടാറില്ല. പിന്നെന്താണ്, അപ്പത്തേ നമ്മളതേ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കാണ് പോണത്. എല്ലാവരുടെ ഗിഫ്റ്റും ഇദ്ദേഹം കൈപ്പറ്റി. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് അടക്കം ഞാൻ മേടിച്ചിട്ടില്ല. അയ്യോ, എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഏട്ടനത് വിശ്വസിക്കില്ല ഗൈസ്. ഞാൻ സത്യമായിട്ട് ഞാൻ അതിനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ടില്ല. ഞാൻ വരുന്ന വഴിക്ക് ഏട്ടന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഈശ്വരേട്ടന്റെ കണ്ണടിച്ചു പോയി. ഏട്ടൻ കണ്ണിക്കേട് വന്ന് കണ്ണ് പഴുത്ത് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ വിളിച്ചേ, ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലടാ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് പിറന്നാളല്ലേ. അത് ഒന്നാമത്തെ ഒരു കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് ഓർമ്മയും കൂടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എന്നായിട്ടും പറ നമ്മളെന്താ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുള്ളത്. എടാ, കുട്ടികളായിട്ടല്ല, കുട്ടികളല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കും പിള്ളേര് നിങ്ങൾക്ക് ഇത്രയ്ക്കൊരു ഇതാണ്. അത് അങ്ങനെയല്ല. പിള്ളേരില്ലാത്തൊരു സ്പേസും നമുക്ക് വേണം, മക്കളും വേണം, നമ്മുടേതായ ഒരു സ്പേസും നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു സ്പേസ്, മീൻസ് അമ്പലത്തിലൊക്കെ പോകുന്നൊരു സാധനം എൻ്റെ ഓർമ്മയിലില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അതൊരു സന്തോഷമായിരുന്നു രാവിലെ. എനിക്ക് ഇത് അമ്പലത്തിൽ പോവാനായിട്ട് എനിക്ക് അമ്പലത്തിൽ പോവാം. ഇപ്പൊ കീർത്തുണ്ടെങ്കിലും ഈ ഒരു മൂഡ് വൈബ് ചേഞ്ച് ആകത്തില്ല. പക്ഷെ അവൾക്ക് വരാൻ പറ്റാത്തോണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തായാലും അവളുണ്ടായേനെ.
പിന്നെ ഗൈസ് പിന്നെന്താണ്, അപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിൽ വെച്ചിട്ട് കാണാം. ഏട്ടൻ എന്താണ് പറയാനുള്ളത്? ഞാനല്ലോ എനിക്ക് എന്നോടല്ലേ പറയേണ്ടത് ബേബി. കീത്തുന്റെ പിറന്നാളാട്ടെ നാളെ. ഇവർ രണ്ടുപേരും പിറന്നാൾ ഒരു ദിവസം അപ്പുറത്തുപ്പുറത്താണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയാണ് കേക്ക് കട്ട് ചെയ്യുക. കീത്ത് പറഞ്ഞ് ചേട്ടാ എനിക്ക് വയറുവേദനായിട്ട് ഞാൻ ഇതിട്ടില്ല, ചേട്ടൻ നാളെ ഇന്ന് രാത്രി 12 മണിക്ക് എന്റെ ചേട്ടൻ ഇട്ടോട്ടാ, ഞാൻ ഫോട്ടോ അയച്ചു തന്നു. സത്യം ഞാൻ പറഞ്ഞു നീ അയച്ചിട്ടുണ്ട്, എന്റെ ഒരു നല്ല ഫോട്ടോ ഫോട്ടോ എടുത്ത് കഴിച്ചിടാ. അപ്പൊ ഇന്നാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്, കേക്ക് കട്ട് ചെയ്യാറുള്ളതും. അപ്പൊ എന്താണ് നമുക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഗൈസ്. അല്ലടാ ഞാൻ ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞേ. അതല്ല, വേറൊരു ഇതെന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ കീത്തുന്റെ പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവും, അത് വേറെ കാര്യം. അതെ, വേറെ ഒന്നല്ല, നിഖിൽ എന്നോട് പറഞ്ഞു ഇവൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് നാളേക്ക് അറേഞ്ച് ആവുള്ളൂ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മ ഇന്നലെ കേക്ക് കട്ട് ചെയ്യാറുള്ളത്, അവളെ തുടക്കവും ഏട്ടന്റെ അവസാനം. Guys, this is our Kodungalur temple. നോക്കട്ടെ ഏട്ടാ, മുല്ലപ്പൂ കഴിച്ചത് വേണ്ട, അകത്ത് കയറുമ്പോഴാണ് മുല്ലപ്പൂ വെച്ചിട്ട് കയറാം. താങ്ക്സ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ആഗ്രഹം മുല്ലപ്പൂ വയ്ക്കുന്നത്, പക്ഷെ ഉണ്ടല്ലോ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴേ നടക്കാറില്ല. താങ്ക്സ്. വരലും തൊഴലും വേഗം കഴിഞ്ഞു. തിരക്ക് കുറവാണ്. ഞാൻ നല്ല തിരക്കുണ്ടാവുന്നിട്ട് വർക്കിൻ്റെ നീ ഇവിടെ അമ്പലത്തിൽ വരാത്തോണ്ടാ. വർക്കിൻ്റെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇന്നോടെ ഒരു കല്യാണം ഉണ്ട് കേട്ടാ. അതവിടെയാണ് ഒരു കല്യാണം ഉണ്ട് നമുക്കിവിടെ. അയ്യടിക്ക് മുല്ലപ്പൂ വെച്ചിട്ട് 2 മഴ ഇത്രയുണ്ടോ? അതായാളമ്മ പറ്റിച്ചെരിഞ്ഞപ്പോ എന്ത് പാടേ എന്റെ ഒരു വിരലിന്റെ പകുതി വെച്ചിട്ട് ഞാൻ നേരെ നിർത്തേണ്ട തല കിട്ടില്ല. മനസ്സിലായോ? കുറച്ച് നേരം പുറത്തിരിക്കുക, ശുദ്ധമായി ആലിന്റെ താഴെ തന്നെ ശുദ്ധമായി കിട്ടില്ല. അങ്ങനെ എന്തൊരു തീരുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. ആലിന്റെ താഴെ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. ആലിലയിലുണ്ട്, അമ്പാലിയിലില്ല. ചെറിയ പോകും. കണ്ണു തീർക്കില്ലേ?
അങ്ങനെ ഗൈസ് നമ്മളിതേ കുറച്ചധികം നേരം അമ്പലത്തിലൊക്കെ ഇരുന്ന് റിലാക്സ് ആയിട്ട് പുറത്തിറങ്ങാണ്. ഇനിയപ്പോൾ എന്തുവാ, ഇനി നമ്മുടെ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പോവാണ് ചേട്ടന്. ഏട്ടാ ഇനി ഗസ് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കണം. ഒരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ എന്തൊട്ട് ഗിഫ്റ്റാന്ന് ഏട്ടന് തരാന്ന് വിചാരിച്ചത്. വാച്ച്. ഹൗ യു നോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാച്ചിന്റെ കാര്യം നമുക്ക് ഇതിന് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു വാച്ച് നിങ്ങൾ കണ്ടോ? ചേട്ടന്റെ കളറിക്കുന്ന ഈ വാച്ച് കണ്ടോ നിങ്ങള്? ഈ വാച്ച് കല്യാണത്തിന്റെ അന്ന് രാവിലെ കിട്ടിയ വാച്ച്. അന്ന് തന്നത് കല്യാണത്തിന്റെ അന്ന് രാവിലെ വാങ്ങിക്കില്ല പോയിട്ട്. രാവിലെയാണ് ഈ സാധനം ഉണ്ടായി കിട്ടിയത്. വെളുപ്പിന് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം. ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാ. ഇത് അന്ന് വാങ്ങിച്ചപ്പോ 1000 ഇന്ന് 5000 ഇടല. ഇതല്ല ഒറിജിനല്. ഇത് ഒറിജിനലാണ്. ഇതാണ് സാധനം. ഇത് ഈ പറഞ്ഞ സാധനം. പക്ഷെ ഇത് സ്ട്രാപ്പ് ആയിരുന്നു. ഞാൻ ചെയിൻ ആക്കി. എനിക്ക് ചെയിൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് മീൻസ് ഇതിന്റെ ഒറിജിനൽ സാധനം ഏട്ടന് മേടിച്ചു കൊടുക്കും. വേറെ ഒറിജിനൽ പീസാണ് പൊന്നോ. ഇതിപ്പോ പറ്റില്ലല്ലോ. അന്ന് പറഞ്ഞ മോഡലാണ് നീ ഉദ്ദേശിക്കുന്നത്. അന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്ലി. നോക്കണം. അതില്ലെങ്കിൽ നമുക്കത് വരുത്തിക്കാം. ഓക്കെ, ആ ഒരു സാധനം പറയാം. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനോ നിഖിലിനോട് പറഞ്ഞിട്ടോ ചിലപ്പോ വാച്ച് ആയതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇടില്ല. ഷർട്ടൊക്കെ പോലെയല്ല കേട്ടോ, വാച്ച് അങ്ങനെ ഇടില്ല. അപ്പൊ കെട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏട്ടനെ ഞാൻ കൊണ്ട് തന്നെ പോയി ഏട്ടന് ഇഷ്ടമുള്ളവരെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എവിടേക്കാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം ഒരു വാച്ചിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് ഏട്ടൻ പറഞ്ഞ ഒരു സാധനം ഉണ്ടോ നോക്കാം. ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ നമ്മള് ഓർഡർ ചെയ്യണം. യെസ് ഗൈസ്, അപ്പൊ നമ്മള് നേരെ വാച്ച് കടയിൽ പോവാം. നമ്മൾ വിചാരിച്ചാണ് 1 പീസ് വെയിറ്റിംഗ് ആണ് ഗൈസ്. പക്ഷെ ഇവിടെ അടിപൊളി വാച്ചുകൾ വേറെ ഉണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ കുറേ നോക്കി കേട്ടോ. ഏട്ടൻ്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഒറിജിനൽ പീസ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ടൈറ്റൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഫുള്ള് ഇങ്ങനെ നോക്കിയിരുന്നത് ബ്ലാക്കിലേക്കാണ്. എനിക്കും ബ്ലാക്കാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഈ ഒരെണ്ണം ഭയങ്കര ഇഷ്ടമായി. ഇതും വേറെ 1-2 ഭയങ്കര ഇഷ്ടമായി. ആ ഇഷ്ടപ്പെട്ട 2 ഏട്ടൻ ഇഷ്ടമായില്ല, പക്ഷേ ഇത് ഏട്ടൻ ഇഷ്ടമായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ലാസ്റ്റ് നമ്മൾ ഈ ഒരെണ്ണം ഫിക്സ് ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമുള്ളൊരു കളറാണ്, ഇല്ലാത്തൊരു കളറാണ്. സോ ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്തു ഗൈസ്. എനിക്ക് ഇതിൻ്റെ ബ്ലാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഒക്കെ കൈമൊക്കെ എടുക്കുമ്പോൾ നല്ല സ്റ്റൈലല്ലേ. ഇഷ്ടമായ മോന്? കുഴപ്പമില്ല മീൻസ് എനിക്ക് ബ്ലാക്ക് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഒരു 5-8 വർഷമായിട്ട് ഞാൻ ബ്ലാക്ക് തന്നെ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. പിന്നെ നിഖിലിന്റെ കയ്യിലും ബ്ലാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലാക്ക് ഇട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടണോ. അപ്പൊ ഒരു കളർ ചേഞ്ച് ഇരിക്കണം. അച്ഛൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഗോൾഡൻ കളർ ഉണ്ട്. അപ്പൊ അത് അത്യാവശ്യം ഞാൻ അത് കെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. നിഖിലിന്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ട്, അപ്പൊ അത് കെട്ടാം. ഇനിയിപ്പോ ഈ കളർ വേണമെങ്കിൽ അതും കെട്ടാം. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു വാച്ച് ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ജ്വല്ലറി ഒരെണ്ണം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വണ്ടി നേരെ ജ്വല്ലറിക്ക് വിടിച്ചേട്ടാ എന്ന് പറഞ്ഞു. ആദ്യം കുറേ എതിർപ്പായിരുന്നു. ബിക്കോസ് നമുക്കറിയാലോ പൊന്നും വില എന്ന് പറഞ്ഞാൽ ഇതാണ്. പൊന്നിൻ്റെ വില ഇപ്പോൾ ആ ഒരു ലെവലാണ്. പക്ഷേ ഞാൻ ഏട്ടനൊരു റിങ് മേടിച്ചു കൊടുക്കുകയെന്ന് വിചാരിച്ചു. ഏട്ടൻ ആദ്യം ഒട്ടും സമ്മതിച്ചില്ല. അത് മേടിക്കേണ്ട, അത് എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഏട്ടൻ പറയണേ ഞാനിനി ഇത് എവിടെ ഇടാനടി എന്നിട്ട് പറയണം. പക്ഷേ എനിക്കത് ഏട്ടൻ്റെ കയ്യുമ്പോൾ ഇട്ട് കൊണ്ട് നടക്കണം എന്നുള്ളൊരാഗ്രഹമല്ല. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഒരു പ്ലാനാണ്, ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുത്താൽ അത്ര നല്ലതല്ലേ.
അപ്പം റിങ് നോക്കാമെന്ന് വിചാരിച്ചു. റിങ്ങൊക്കെ ഏട്ടന് എന്താ പറയുക, എന്ത് സാധനമായാലും ഒരുപാട് സെലക്ട് ചെയ്തിട്ടാണ് ഇടാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടവരെന്നെ എടുക്കാം, ആ ഒരു മെൻറ്റാലിറ്റി അല്ല. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഒരു സാധനം നമ്മൾ അത്ര ഏട്ടൻ്റെ നോട്ടം കണ്ടില്ലേ ഗൈസ്, ഇത് വേണോടി മോളെ, അതാണ് ഇട്ട് ചോദിക്കുന്നത്. ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇടണ്ടേ? അങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് നോക്കി. പിന്നെ നമ്മൾ ആമമോതിരം നോക്കി. ആമമോതിരമൊക്കെ ഇവിടെ നല്ലോണം കളക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വെയ്റ്റിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ അനുസരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. ലാസ്റ്റ് ഇതൊരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ടത് മാറ്റി വെച്ചു. പിന്നെ ഏട്ടൻ പറഞ്ഞു വേണ്ട, നമുക്ക് വേറൊരു ഷോപ്പിലേക്ക് നോക്കാം. അപ്പോഴത്തേന് നിഖില് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ പിറന്നാൾ ഇന്നാണെങ്കിൽ കീത്തുവിൻ്റെ പിറന്നാൾ നാളെയാണല്ലോ. അപ്പം കീത്തുവിന് ഒരു ഗിഫ്റ്റ് മേടിക്കണം. സോ നമുക്ക് വള മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവളെ കയ്യിലുള്ളത് പോലത്തെ ഒരു വളയുണ്ട്, ആ ഒരു സാധനം നോക്കിയിട്ട് നമ്മൾ നിഖില് കീത്തുവിന് വേണ്ടിയിട്ട് വളയും മേടിച്ചു കേട്ടോ. അപ്പം എന്താ, അവളായാലും ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. പിന്നെ എനിക്കും കൂടെ അറിയാം അവളുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റൊക്കെ ഏകദേശം ഒരു 95% ഒരേപോലെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പം അവൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ സൈസായാലും കറക്റ്റായിരിക്കും. സോ ഗൈസ്, നമ്മൾ വള മേടിച്ചു. അപ്പോൾ കീത്തുവിന് നമ്മൾ എന്തായാലും വള ഇന്ന് കൊടുക്കില്ല. ഇന്ന് കേക്ക് 2 പേരും ഒരുമിച്ച് കട്ട് ചെയ്യെങ്കിലും ബർത്ത്ഡേയുടെ അന്നേ കീത്തുവിന് വള നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വിചാരിച്ച അത്ര കിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാതെ നിഖില് വന്നിട്ട് കീത്തുവിന് ഒരു വള മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് സർപ്രൈസ് നമുക്ക് സെറ്റാക്കാം. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വിചാരിച്ച പോലത്തെ, എന്തായാലും നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടൊരു സാധനം മേടിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് മേടിക്കണം, അല്ലാണ്ട് വെറുതെ വാങ്ങിച്ചിട്ട് കയറില്ല. അപ്പം ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ. ഇതേ എൻ്റെ ഭീമ ജ്വല്ലറി ഞാനിവിടെ എത്ര നാള് പണിയെടുത്തിരുന്ന സ്ഥലം ദൈവമേ. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചിമാർ ആരും ഇല്ല കേട്ടോ, അവരാരും ഇല്ല ഇപ്പോൾ. അപ്പം ഇവിടെ നിന്ന് പക്ഷെ ചേട്ടൻ ഭയങ്കര വിമിഷ്ടത്തിലാണ്. ചേട്ടാ എന്താ ഒരാള് ഗിഫ്റ്റ് തരുമ്പോ സന്തോഷം. അപ്പൊ നമ്മള് വായിച്ചിട്ട് വരാം. നിഖിലപ്പനുണ്ട് കൂടെ. ഭീമ ജ്വല്ലറി, ആദ്യത്തെ ഭീമ ജ്വല്ലറി. ഭാഗ്യം ചോദിച്ചത്, അല്ലെങ്കിൽ ഞാൻ മറ്റേതും ചെയ്യാം. ചേട്ടാ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടല്ലേ വണ്ടി വാങ്ങിച്ചത്. ഹാപ്പി അല്ലേ? ബേബി. ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷം ആൻഡ് ഐ എം വെരി പ്രൗഡ്. ഏട്ടാ ഏട്ടാ സന്തോഷമായില്ലേ? എനിക്കുണ്ടല്ലോ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ വേറെ ഇപ്പൊ നമുക്ക് ക്യാഷ് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത്. അതെ, വേറെ ഒന്നാമത്തെ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏട്ടന് ഗോൾഡ് മേടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചെറിയ എന്തെങ്കിലും ഗോൾഡ് ഇൻവെസ്റ്റ്, അതിപ്പോ നമുക്കറിയാലോ. ഇപ്പൊ ഞാനിപ്പോ ഈ മനുഷ്യൻ എന്ത് ഗോൾഡിന്റെ ഐറ്റം മേടിച്ചത് അത് ഇങ്ങനെക്കല്ല, അതെന്റെ പോക്കുള്ളതാ. അതൊന്നാമത്തെ ഒരു കേസ്. സ്വർണ്ണമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും മേടിക്കുന്നുണ്ടേ അത് ഞാൻ പാറുവിനെ കണ്ണിൽ കണ്ട് മാത്രം മേടിച്ചിരുന്നതാട്ടോ. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏട്ടന് ഗോൾഡ് മേടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഗോൾഡ് ഡയറക്റ്റ് ആയിട്ടല്ല, കുഞ്ഞു കുറികളൊക്കെ വെച്ച് വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഏട്ടന് ഒരുപാട് മേടിച്ചു കൊടുക്കണം. അത് വേറൊരു സംഭവം വെച്ചാൽ എനിക്ക് അങ്ങനെ ഗോൾഡ് മേടിക്കാൻ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഏട്ടൻ്റെ ഭയങ്കര ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയാ, എനിക്കിപ്പോൾ ഭയങ്കര ഒരു അഭിമാനമാണ്. ആ ഒരു പ്രൗഡ് ഫീൽ ഏട്ടന് ഉണ്ടാവണം. ഏട്ടന് അതില്ല ഏട്ടാ. കണ്ട ഇതെന്ത് മനുഷ്യൻ പിന്നാലെ ബാക്കി അങ്ങോട്ട് നിർത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമുക്ക് നന്നായിട്ട് അറിയാം, ഇല്ലേ? ഇവിടെ ഇങ്ങനൊക്കെ നമ്മൾ വിചാരിക്കും അത് കിട്ടാനൊക്കെ നമുക്ക് പാകത്തിനാവണില്ലേ? ഇന്ന് കേക്ക് മുറിക്കുമ്പോൾ ഒരാൾക്കൊന്നും കൊടുക്കൂല. അത് ഞാൻ അവിടെ ഇട്ട് പോയിട്ട് വാങ്ങിച്ചു കൊടുത്തോളാം. ഞാൻ തൃപ്പയാറ് പോയിട്ട് വാങ്ങിച്ചു കൊടുത്തോളാം അവർക്കുള്ളത്.
ബിക്കോസ് ഇവിടെ അധികം കളക്ഷൻ ഇല്ല. സോ നമ്മ പോയതല്ലേ ഇവിടെ, ആ കടലിൽ കേറി ചെന്നാ മതി. കത്തും പൊന്നും വലിനി. എന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അവളുടെ ടേസ്റ്റ് എനിക്കറിയാലോ. ഇനി നമ്മള് വെജിറ്റബിൾ ഹോട്ടലിലേക്കാണ് പോണത്. വെജിറ്റബിൾ അല്ല, ആര്യാസിക്കല്ലേ പോണത്. പിന്നെ നമ്മളിപ്പോ എവിടേക്കാ പോണത്? ഓ, നിങ്ങൾ അന്ന് പോയത്, എന്നെ കൂട്ടാണ്ട് പോയതല്ലേ. അപ്പം നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ഏട്ടന്റെ പിറന്നാൾ ദിവസം വളരെ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു നല്ല സുന്ദരിയും സുമുഖിയും സ്വഭാവവും വീഡിയോ കട്ട് ചെയ്തിട്ട് അടിച്ചടിച്ചടിച്ച് ഞാൻ പറയിക്കുന്നതാണ്. അതിലുപരി ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലൊരു സുന്ദരിയായ പെണ്ണെ കിട്ടിയത് ഞാനും വളരെയധികം കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം ഇന്നിനി ഇത് തൊട്ടാ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോകുന്നു. പിന്നെ പിള്ളേരായിട്ടെല്ലാരും വരുന്നു. പിന്നെ നമുക്ക് നൈറ്റ് കേക്ക് വാങ്ങിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യുന്ന നേരത്ത് എൻ്റെ വക സമ്മാനങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നല്ല. എൻ്റെ കീത്തു നോക്കി ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ കീത്തുനെയും കൊണ്ട് അടുത്ത ദിവസം പോയിട്ട് മേടിക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അവളെയും കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ള 1-2 ചുരിദാർ എനിക്ക് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമുക്കൊരു വെജിറ്റബിൾ സദ്യ കഴിക്കാമെന്നാണ്. ഒരു വെജിറ്റബിൾ ഹോട്ടലുണ്ട്. പക്ഷേ നിഖിലിന് വെജിറ്റബിൾ സദ്യ എല്ലാതും അങ്ങനെ ഇഷ്ടമല്ല, ചിലത് മാത്രമേ ഇഷ്ടമുള്ളൂ. അവന് എന്തെങ്കിലും സൈഡിൽ കൂടെ ഒരു നോൺ വേണം. അതവന് കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവനെ പിടിച്ചു നിർത്തിയതായിരുന്നു ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഊണും പ്ലസ് നമുക്ക് അവനെന്തോ കരിമീൻ, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഞാൻ മത്തി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ മേടിച്ചു. ഏതോ ഒരു സമയത്ത് പായസമൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് പക്ഷേ ഇപ്പോൾ ഡബ് ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പായസം ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു തോട്ട് എൻ്റെ മനസ്സിലേ വന്നില്ല ഗൈസ്. അതല്ലെങ്കിൽ ഞാൻ ഏട്ടൻ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഒരു പായസമൊക്കെ സെറ്റ് ചെയ്ത് പായസം കൊടുത്തേനെ. ഇതിപ്പോൾ കീത്തൂൻ്റെ ആയാലും പിറന്നാൾ കഴിഞ്ഞു പോയി. അപ്പോൾ അതേ നമ്മളിത് ഫുഡ് അടിക്കാനിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഒരു 10 o'clock ഒക്കെ ആയ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ബർത്ത്ഡേ ഇത്രയും എൻഗേജ്ഡ് ആവണത് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരെ രാവിലെ അമ്പലത്തിൽ പോകുന്നു, വീട്ടിലേക്ക് വരുന്നു, പിന്നെ വൈകുന്നേരം സെയിം റൂട്ടീനാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഗിഫ്റ്റൊക്കെ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്രാവശ്യമാണ് ഒരു വെറൈറ്റി വന്നത്. ഗൈസ്, ഭക്ഷണമൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ചേട്ടാ നിറഞ്ഞില്ലേ വയറ്? ഇത് നമ്മള് കേക്ക് ഓർഡർ ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. രാത്രി 2 പേരുടെയും കൂടെ ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഒറ്റ കേക്കുള്ളൂ. നമ്മൾ ഒറ്റ കേക്ക് തന്നെയല്ലേ മേടിക്കാറുള്ളത്. ആ ഒറ്റ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു കീത്തു ഏട്ടാ അങ്ങനെ ഇടാറുള്ളത്. അപ്പം അത് സെറ്റാക്കണം. പിന്നെന്താ, റെഡ് വെൽവെറ്റാ വേണ്ട, ഓർഡർ ചെയ്ത് വൈകിട്ട് വരാം. ഇപ്പഴല്ല, അല്ല അതവിടെ ഞാൻ പറയാം. നല്ല അടിയോ 4 തികയോ? അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ? അതിൻ്റെ തന്നെയാണ് ഈ ഇരിക്കുന്നത്. ബോക്സിലുണ്ടോ സെപ്പറേറ്റ് മധുരം? നമ്മളപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ വന്ന് വാങ്ങിക്കാം. അപ്പം എനിക്കൊരു വല്ലാത്ത കൊതി. എനിക്കൊരു സമയത്ത് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു ഇതിനോട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു സമയത്ത് എനിക്ക് എപ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കണമായിരുന്നു. ഈ ലഡ്ഡു ജിലേബിക്ക് മധുരങ്ങൾ, ഡയറി മിൽക്കൊക്കെ എനിക്ക് പ്രാന്താണ് കഴിച്ചു. അപ്പം ഈ മറ്റേ കട്ട് പീസ് നമ്മുടെ
ബ്ലാക്ക് ഫോറസ്റ്റ് കണ്ടപ്പോൾ ഒരു കൊതി ഞാൻ മേടിച്ചു. എന്തത് ഇനിയിപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ മക്കളെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ സമയം 10 മണിയായപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പം തന്നെ സമയം 3 മണിയാവുന്നുണ്ട്. 3:30 ഒരു ക്ലാസ് കഴിയും. അപ്പം നമുക്ക് പാറൂനെ നമുക്ക് പിന്നെ പോയിട്ട് എടുക്കാം, ബാക്കിയുള്ളവർ എടുത്തിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, ഞാനത് ഭീമേന്ന് മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ ഒരു പേഴ്സ് കിട്ടി, ഒരു ടിഷ്യൂ കിട്ടി. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഒരു ഗിഫ്റ്റ് മേടിക്കാന്നുള്ളത് എനിക്ക് പ്ലാനിങ്ങേ ഉണ്ടായിരുന്നില്ല. എനിക്കും വേണ്ടായിരുന്നു. ഞാൻ അങ്ങനല്ലല്ലോ, ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ അങ്ങനല്ല പറയണ്ടത്. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ പറയണോ? ആക്ച്വലി പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ആഗ്രഹമാണത്, മേടിച്ചു കൊടുക്കാം. ഒരു മാല, സോറി ഒരു മോതിരേട്ടന് കൊടുക്കാം, അങ്ങനെ എനിക്ക് തോന്നിയത്. ഇതിങ്ങനെയല്ലേടാ, എങ്ങനെ 9 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ജനുവരി 1-ന് അപ്പോൾ ദേ ഏട്ടൻ പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്നോട് കാറിൽ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. 3 പേരെയും ഒരുമിച്ച് കൊണ്ടുവരാറാണ് പതിവ്. പക്ഷെ ആ പതിവ് തെറ്റിയിട്ട് ദേ ഓരോന്നിനായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവന്മാർ ഉറക്കത്തിലാണ് ഗൈസ്. ഇവർ എന്നും ഉറങ്ങോട്ട്, ഉച്ചയ്ക്ക് എന്ന് ഇവരെ ഉറക്കാറുണ്ട്. അതെ, നമ്മുടെ കുഞ്ഞിക്കിളി അഞ്ചിട്ട് പൊന്നി, അഞ്ചിട്ട് പൊന്നു. ഒന്നു കണ്ണാടി എവിടെ? ബാഗിലുണ്ടാ? അവിടെ ഉണ്ടാ? അഞ്ചിട്ട് വരുന്നുണ്ടാ? ഇങ്ങോട്ട് വരുന്നോ? അടി അമ്മടെ കുഞ്ഞു അടി, അമ്മടെ പൊന്നാറ് അടി, അമ്മടെ പൊന്നേ ഉറങ്ങണ്ട. സ്കൂളിൽ കരഞ്ഞെന്ന് കൺമണി ഞങ്ങൾ വന്നോ? സുന്ദരി സുന്ദരി പെണ്ണേ, സുന്ദരി പെണ്ണേ, അഞ്ചുന്റെ കുഞ്ഞേ വാടി, ഒരു മണ്ണഞ്ചുണ്ട് ഡാഡി. ഉറങ്ങായിരുന്നു നമ്മുടെ പൊന്നെ. ഏട്ടൻ 3 പേരെ ഓരോരുത്തരെടുത്ത് വരിക കേട്ടാ. അല്ലെങ്കിൽ അറ്റേട്ടെ 3 പേര് ഒരുമിച്ച് എടുത്തിന് വരാറുള്ളത് ഒരാളായിട്ട് പോകുമ്പോ. ഇതിപ്പോ ഞങ്ങൾ മാത്രല്ലേ ഉള്ളൂ, ഞാനും കൂടെ വരായിരുന്നു. അമ്മ മടിയൊക്കെ എടുക്കവാ. ഇവിടെ സുന്ദരി കുട്ടികൾ വാ, വന്നേ ഇവിടെ എത്തി നിക്കട്ടാ. അമ്മ കേട്ടാ, ഇവനൊന്ന് മടിയിലെത്തി അടി. മിഠായിയാ? എവിടുന്നല്ലേ മിഠായി? അമ്മ എല്ലാവർക്കും എടുത്തരാം തരാം മിഠായി. ഏട്ടാ ബാഗിൽ നിന്ന് എടുത്ത് കൊടുക്കും. ബാഗിലുണ്ടല്ലേ മിഠായി? ബാഗിലുണ്ട്, ബാഗിൽ പോയിക്കോളൂ. എന്നാലും കണ്ട ഒരു മിഠായി കണ്ടപ്പോ മര്യാദക്ക് ഇരുന്ന പിള്ളേരൊക്കെ ബാഗിലുണ്ടാ? അയ്യോ ഓപ്പൺ ചെയ്തുതരാം. അയ്യോ, സ്കൂളിൽ നിന്ന് ഓരോ മിഠായി കിട്ടിയിട്ടുണ്ട്. മിഠായി ബർത്ത്ഡേക്ക് അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും. ഈ മിഠായി ഓരോരുത്തരുടെ ബാഗിലുണ്ട്. എല്ലാ ദിവസവും ഒരു ബാഗ് തപ്പളതിന്റെ മെയിൻ കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബാഗില്.
കിട്ടിയാ? ഓ മൈ ഗോഡ്, അപ്പൊ ആരുടെ ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അല്ലോ തരാ വെയിറ്റ്. മിഠായിയൊക്കെ കിട്ടിയപ്പോൾ ഇവരുടെ ഉറക്കക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്, ഉഷാറായിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഇവരുടെ അടുത്ത് ഞാൻ ഭയങ്കര കൊഞ്ചിക്കൊഴിയുന്നൊരു പ്രകൃതല്ല. ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോഴാണ് ഇവരെ ഭയങ്കര കൊഞ്ചിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ അങ്ങനത്തെ ഒരു തരമേ അല്ല കേട്ടോ. ഞാൻ ഭയങ്കര കുറവാണ് കൊഞ്ചിക്കൽ. ചില സമയത്ത് മാത്രം ഇങ്ങനെ വരുള്ളൂ. എപ്പോഴും എന്താ പറയുക, ഒരു റൂഡായിട്ട് നിൽക്കുന്ന ഒരാൾ ഞാനാണ് ഇവരുടെ അടുത്ത്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയുന്ന ഒരാൾ ഞാനാണ്. സ്നേഹിക്കുമ്പോൾ നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ. ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും. അത്രയും കൊഞ്ചിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ട്. ഇതാരായിരുന്നുണ്ട്? ഷിഞ്ചു ടീച്ചർ. ഇതേത് ടീച്ചർ? ഷൈജു ടീച്ചർ. ഇത് കിണി. Happy birthday to you. Happy birthday to you. Happy birthday to you. Ethan and Kiko. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ടു ഞാനാണ് പറഞ്ഞത്, നീ ആരാണ്? ആ ക്യാമറയിലെ ഞാൻ ഹായ്. ഇത് എനിക്ക് ഇഷ്ടാവൂട്ടാ. നല്ല ഭംഗിയുണ്ടാവും. അടിപൊളി പാന്റ്, സ്കിൻ കളർ പാന്റിന്റെ കൂടെ. അപ്പൊ എത്രാമത്തെ ഷർട്ടിനത്? 1 2 3 4. അയ്യോ അതിന് പോലെ എന്താണ് ഇവരെ കൊണ്ട് കാശി, നീ ശരിക്കും ലുട്ടാപ്പിയായി മാറി. ഞങ്ങളുടെ വകക്ക് ഇത്തൂനൊരു ഗിഫ്റ്റും ഇല്ല. ബിക്കോസ് ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ നാളെ ഗിഫ്റ്റ് ഇല്ല. മറ്റന്നാള് നമ്മൾ പോയിട്ട് സമ്പന്നനായില്ലേ നിഖിലെ. ചേട്ടൻ ഉത്സവങ്ങൾക്കൊക്കെ ഇവർക്ക് പാവം ഞാൻ 2 വർഷം മുമ്പ്. അപ്പൊ ഗൈസ് ഞങ്ങളിത് ഫുഡ് കഴിച്ചിട്ട് വരാം. എല്ലാ പ്രാവശ്യം ഇതൊരു ചടങ്ങാണ് അല്ലേ? ഇതെന്താ പാറു പ്രത്യേകത? ഓ മൈ ഗോഡ്, നീ വിഷ് ചെയ്ത അച്ഛന്? ഏട്ടാ വിഷ് ചെയ്തു. ഫേസിലെ പിമ്പിൾസ്
എത്ര എനിക്ക് ലോഡഡ് ഫ്രൈസിന്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ മൊമോസ് പിന്നെ അൽഫാം പിന്നെ ഇതായിരുന്നു റാപ്പ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറഞ്ഞു. പിള്ളേരാരും തന്നെ ഭക്ഷണം കഴിക്കാനുണ്ടായില്ല. ഞങ്ങൾ ഓൾറെഡി പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. അതായത് അവർ സ്കൂളിൽ പോകണോണ്ട് പിന്നെ ഒന്ന് ഉറക്കം അവരുടെ ശരിയായിട്ടുണ്ടായില്ലല്ലോ. ഉറക്കത്തിൻ്റെ ഇടയിൽ നല്ല എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് അവർ വേഗം ഉറങ്ങിയാലെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം അവരാരും വന്നില്ല. അവരിത് ഇവിടെ നിന്ന് കളിക്കാൻ കേട്ടോ. ഇവർ ഭയങ്കര കളിയിലാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. ഷവായി വലിയ സുഖമൊന്നും ഉണ്ടായില്ല ഗൈസ്. ഞങ്ങൾക്ക് അട്ട ഫ്ലോപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇത് ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ മോമോസും ഈ റാപ്പൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് നമ്മുടെ നിതീഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, ഇത്രയും നാളില്ലാത്ത ഒരു ഫീലിംഗ്, ഒരു പുതുമ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഏട്ടനെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സാധനം എടുക്കാമല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് ഇടാണ്ട് ആളുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. ഇനി എന്താണ്, ഇനി കീത്തുവിൻ്റെ പിറന്നാൾ വിശേഷങ്ങളായിട്ട് അവരൊരു വ്ളോഗ് ഇടുന്നതായിരിക്കും. അവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന വ്ളോഗൊക്കെ കീത്തു ഇടും നമ്മുടെ PK കപ്പിൾസ് ചാനലിൽ. അപ്പോൾ അതും ആരും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അയ്യോ